ഹലോ അസ്സലാമു അലൈക്കും. ഷെമി ലൈഫ് ലൈൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞാൽ ഇതൊരു ചീറ്റിപ്പോയ വ്ളോഗാണ് കേട്ടോ. കാരണം നമ്മൾ ഏറെ പ്രതീക്ഷയോടെ സന്തോഷത്തോടു കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു നിക്കാഹ് ഉണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്കും ആ നിക്കാഹൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്നൊക്കെ ആയിരുന്നു നമ്മളെ പ്രതീക്ഷ. പക്ഷേ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് പോകുമ്പോൾ റിലേറ്റീവ്സിനൊക്കെ കണ്ട് ആ ഒരു സന്തോഷത്തിൽ നമ്മൾ വീഡിയോസ് എടുക്കുന്ന കാര്യം മറന്നുപോയി. ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തൊരു ചിന്ന വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇറങ്ങി വീട്ടിൽ പോയി. നമ്മൾ അങ്ങനെ തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ബീച്ചിലൊക്കെ ഒന്ന് പോയാലോ എന്ന് അങ്ങനെ പ്ലാനിട്ട് അങ്ങനെ ബീച്ചിൽ പോണ വഴിയാണ്. ഏത് ബീച്ചിൽ പോകുന്നു ഇങ്ങനെ ആലോചിച്ചപ്പോൾ കഴിയുമ്പം ബീച്ച് നല്ലൊരു ഓപ്ഷനാണ്. കാരണം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ് അത്. തൃശ്ശൂർ ജില്ലയിലെ അവിടെ ഫെസ്റ്റിവൽസൊക്കെ നടക്കാറുണ്ട്. അവിടെ നമ്മൾ പോകാറുണ്ട് ഫാമിലിയായിട്ടൊക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഉമ്മൂസിനെ അതുകൊണ്ടൊന്നും അങ്ങനെ കടലൊന്നും കാണിച്ചിട്ടില്ല, ഇതുവരെയായിട്ടും കൊണ്ടുപോയിട്ടില്ല, അതിനുള്ള ടൈമും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളതും ആ ഒരു ആഗ്രഹം കൂടി നടക്കുമല്ലോ. അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കടൽ കാണാനായിട്ട് വന്നത്. അപ്പോൾ കിട്ടിയ ആൾക്കാരെ കെട്ടിപ്പറക്കി കൊണ്ടുവരിക ചെയ്തത്. എല്ലാവരും ഒന്നും വന്നിട്ടില്ല ഫാമിലിയിൽ നിന്ന്. അങ്ങനെ കുറച്ച് പേരെ കൊണ്ടുവന്നു. അങ്ങനെ നമ്മളെന്ത് ചെയ്തു, പേ പാർക്കിംഗ് ഇല്ലാത്തൊരു സ്ഥലമൊക്കെ നോക്കി പാർക്ക് ചെയ്യാണ്. ഉമ്മൂസും അതും നല്ല ഉറക്കത്തിലാണ്. അവർ വണ്ടിയിൽ കയറിയാൽ പിന്നെ നല്ല ഉറക്കത്തിലായിരിക്കുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ബീച്ചിലോട്ട് പോകാമെന്നുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ പോയപ്പോൾ ഇക്കു എന്നെ കളിയാക്കുന്നതാണ്, അല്ലാണ്ട് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പോണതല്ല, കളിയാക്കി പോണതാണ്. ഇവന് പിന്നെ ഇവിടെ സെറ്റായി, അവനക്ക് ഇഷ്ടമായി തോന്നുന്നത്. ആൾക്ക് ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ എൻട്രൻസ് വഴിയാണ് കയറുന്നത്. ഇതൊരു നമ്മളെ ബീച്ചിലേക്ക് പോകുന്നൊരു കവാടം പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ അടിയിൽ വഞ്ചി, അതിൻ്റെ മേലൊരു പാലം പോലെയാണ്. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു വ്യൂ ആണ്. അങ്ങനെ നമ്മളതുവഴിയാണ് ഇറങ്ങുന്നത്. ഇറങ്ങി ബീച്ചിലേക്ക് ഇറങ്ങാൻ നേരത്താണ് അവിടെ ഒരു ബോർഡൊക്കെ കണ്ടത്, മുന്നറിയിപ്പൊക്കെ തന്നത്. അപകട മേഖലയാണ്, ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇറങ്ങണോ വേണ്ടേ എന്നുള്ളൊരു ആലോചനയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന്. പിന്നെ അത്യാവശ്യം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് പേരൊന്നുമല്ല, അത്യാവശ്യം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം കുറച്ച് പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങാനുള്ള പ്ലാനിൽ, പിള്ളേരെ ഇറക്കാമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. അങ്ങനെ ആദൂനെയും ഉമ്മൂസിനെയും ഇറക്കാമെന്നുള്ള പ്ലാനിൽ ശാന്തമായിട്ട് കിടക്കുകയാണ് കടൽ. ഇനി എപ്പോഴാണ് ഈ ശാന്തത മാറണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഉമ്മൂസിനെയും ആദൂനെയും ഒന്ന് മണ്ണിലേക്ക് ഒന്ന് ഇറക്കി. ഉമ്മൂസ് അത്യാവശ്യം മാഷാ അല്ലാഹ് ഹാപ്പി ആയിരുന്നു. പക്ഷേ ആദു കുറച്ച് ഇതിലായിരുന്നു, ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലായിരുന്നു. ഉമ്മൂസിന് നല്ല ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചെടിയൊക്കെ കിട്ടിയപ്പോൾ അതും പറിച്ച് ഇറങ്ങി. ഐസ്ക്രീം കഴിക്കണമല്ലോ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ, അതൊരു നിർബന്ധമാണ് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ പല ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകൾ കണ്ടു. അതിലൊരു ഫ്ലേവർ ഞാൻ സെലക്ട് ചെയ്ത്, അതുപോലെ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് സെലക്ട് ചെയ്ത് അതൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ അൽഹംദുലില്ലാ അവിടെ നിന്ന് ഇറങ്ങി. അന്നത്തെ ഒരു ദിവസം നല്ലൊരു റിലീഫാണ് കിട്ടിയത്. നല്ലൊരു മനസ്സിനൊക്കെ ഒരു നല്ലൊരു സമാധാനം കിട്ടി, സന്തോഷം കിട്ടി. പിന്നെ പുറത്തൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സന്തോഷം സമാധാനമൊക്കെ കിട്ടും. അങ്ങനെ അൽഹംദുലില്ലാ വീട്ടിലെത്തിച്ചേർന്ന്. ഇന്നിപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.